ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് നടന്ന HSA മലയാളത്തിന്റെ എക്സാമിന്റെ ജനറൽ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ 1891 സമ്മതപ്രായ നിയമം ഏജ് ഓഫ് കൺസെന്റ് ആക്ട് 1891മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അപ്പൊ 3 പ്രസ്താവനകളാണ് നമുക്കുള്ളത്. 1891 സമ്മതപ്രായ നിയമം നിലവിൽ വരുന്നതിനെതിരെ ദേശീയവാദിയായ ബാലഗംഗാധര തിലകൻ ശക്തമായി പ്രതിഷേധിച്ചു. അടുത്തത്, ഫുൽമോണി ദാസ് എന്ന ബംഗാളി പെൺകുട്ടി ഭർതൃപീഡനത്താൽ മരിച്ചത് ബ്രിട്ടീഷുകാരെ ഈ നിയമനിർമ്മാണത്തിന് പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. അടുത്തത്, ബെഹ്റാൻജി മലബാറി എന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഈ നിയമനിർമ്മാണം നടത്തുന്നതിന് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. അതുപോലെ ഓപ്ഷൻ ഡി, ഈ ആക്ട് പ്രകാരം സ്ത്രീകളുടെ വിവാഹപ്രായം 12 നിന്നും 14 ആക്കി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ എ, ബി, സി ഇത് മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റുകളും റൈറ്റ് ആണ്. ഓപ്ഷൻ ഡി റോങ് ആണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് 10 to 12 ഈ ഏജിലേക്കാണ് ഉയർത്തിയത്, 12 നിന്നും 14 ഈ ആക്ട് പ്രകാരം സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എ, ബി, സി. ഓക്കെ, അടുത്തതായിട്ട് ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണെന്ന് നമുക്കറിയാം അല്ലെ, ദൈവ ചിന്തനമാണ്. അതുപോലെ ചട്ടമ്പി സ്വാമിയുടേത് വേദാധികാര നിരൂപണമാണ്, വേദാന്തിക നിരൂപണം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്കിലും നമുക്കത് മനസ്സിലാക്കാം അല്ലെ. ഇനി ഗുണ്ടർട്ടിന്റെ കൃതിയായിട്ട് വരുന്നത് സ്മരണവിധിയാണ്, പണ്ഡിറ്റ് കറുപ്പന്റെ ആണെങ്കിൽ ലങ്കാമർദ്ദനം. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 1932 ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക് സംഘിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പം 1932 ഗാന്ധിജി ഹരിജൻ സേവക് സംഘ് എന്ന് പറയുന്ന ആ ഒരു സംഘം സ്ഥാപിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗ്യാൻ ശ്യാംദാസ് ബിർള എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓപ്ഷൻ എ ആണ് നമുക്ക് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാനായിട്ടുള്ള ഒരു ചോദ്യമാണ്. പത്രമാധ്യമങ്ങളുടെ ഒരു ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് ചേരുംപടി ചേർക്കുക. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പത്രം എന്ന് പറയുന്നത് കേരള പത്രികയാണ്. ഇനി അതുപോലെ ദേവ്ജി ഭീംജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേരള മിത്രം. മൂർക്കോത്ത് കുമാരൻ മിതവാദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. KC കുമാരൻ കേരള കൗമുദിയുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ചെങ്കുളത്ത് കുഞ്ഞിരാമൻ കേരള പത്രിക, ദേവ്ജി ഭീംജി കേരള മിത്രം, മൂർക്കോത്ത് കുമാരൻ മിതവാദി, KC കുമാരൻ കേരള കൗമുദി. ഓക്കെ, അടുത്ത ചോദ്യം, യഥാർത്ഥ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട 1948 എഴുതപ്പെട്ട പ്രസിദ്ധമായ തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് ഇനി ടു ദ വർക്ക് പ്ലേസ് അല്ലെങ്കിൽ തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് എന്ന് പറയുന്ന നാടകം. ഇത് ഏത് ജനവിഭാഗത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ടുള്ള നാടകമാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുടെ ജോലിയിൽ പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. രണ്ടാമത്, മിഷണറിമാർ സ്ഥാപിച്ച തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് ജോലിയെടുക്കാൻ വരുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഓപ്ഷൻ സി, നിരാലംബകളായ അന്തർജനക്ക സ്ത്രീകൾ കൈത്തൊഴിലുകൾ എടുക്കാൻ പോകുമ്പോൾ നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾ. ഓപ്ഷൻ ഡിയില് ഹരിജനങ്ങളായ സ്ത്രീകൾ ജോലി എടുക്കുന്ന സ്ഥലത്ത് നേരിടുന്ന ജാതീയമായ വിവേചനങ്ങൾ. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് എന്ന നാടകം ഏത് സമൂഹത്തിന്റെ ഏത് ജനവിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അന്തർജനങ്ങളായിട്ടുള്ള സ്ത്രീകളുടെ ആ ഒരു ദുരവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു നാടകമായിരുന്നു തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് എന്ന് പറയുന്ന നാടകം. അപ്പൊ ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പം ഇത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കറണ്ട് അഫയേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിലും അത്ര എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ ചിലർക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുമായിരിക്കും. എങ്കിലും അപ്പൊ നമുക്ക് ഓപ്ഷൻ സിസ്റ്റം എന്ന് പറയാം. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന. അപ്പൊ നമ്മൾ ആദ്യം തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് പോകണം. തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിവിടെ 2020 ഫെബ്രുവരി 29 ദോഹ കരാർ നടക്കുന്നതെന്ന് പറയുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സൈന്യം പിന്മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ഇത് പറയുന്നു. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും താലിബാനുമായിട്ട് ധാരണയായി ദോഹ കരാറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അതുപോലെ അടുത്ത, ദോഹ കരാർ പ്രകാരം അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ അമേരിക്കക്കെതിരെ ഭീകരപ്രവർത്തനം നടത്താൻ ഒരു ശക്തികളെയും അനുവദിക്കില്ലെന്ന് താലിബാൻ ഉറപ്പ് നൽകി. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ദോഹ കരാർ പ്രകാരം അഫ്ഗാനിസ്ഥാന്റെ ഭരണം സ്ഥാപിക്കാൻ താലിബാൻ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാന് അനുവാദം നൽകി. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത്. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചാറ്റ് GPT
ചാറ്റ് ജി പി ടിയുടെ പൂർണ്ണ രൂപം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചാറ്റ് ജി പി ടി നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ല, പക്ഷെ അതിന്റെ ഫുൾ ഫോം ചിലപ്പോൾ പലർക്കും അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ് നമ്മുടെ ചാറ്റ് ജി പി ടിയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗിഗ് എക്കണോമിയായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പം എന്താണ് ഗിഗ് എക്കണോമി? ഗിഗ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മാർക്കറ്റ് സംവിധാനമാണ്, മാത്രമല്ല ഓൺലൈൻ മാർക്കറ്റ് സംവിധാനം കൂടിയാണ്. അതുപോലെ താൽക്കാലികമായോ അല്ലെങ്കിൽ പാർട്ട് ടൈം വിഭാഗത്തിലുമാണ് ഈ മേഖലയിൽ ജോലിക്ക് ആളുകളെ നിയമിക്കുന്നത്. മികച്ച ശമ്പള വേതന വ്യവസ്ഥകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി നിലനിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഏതാണ്? എയും ബിയും മാത്രമേ ഉള്ളൂ. ഗിഗ് എക്കണോമി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മാർക്കറ്റ് സംവിധാനമാണ്, ഒരു ഓൺലൈൻ മാർക്കറ്റ് സംവിധാനമാണ്. അതുപോലെ താൽക്കാലികമായോ അല്ലെങ്കിൽ പാർട്ട് ടൈം വിഭാഗത്തിലുമാണ് ഈ മേഖലയിൽ ജോലിക്ക് ആളുകളെ നിയമിക്കുന്നത്. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ സിയിൽ പറയുന്ന മികച്ച ശമ്പള വേതന വ്യവസ്ഥകളാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഓപ്ഷൻ എയും ബിയും മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളുമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഗിഗ് എക്കണോമി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മാർക്കറ്റ് സംവിധാനമാണ്. അപ്പൊ ഇതൊക്കെ കറണ്ട് ആയിട്ട് നമ്മൾ പത്രവായനകളിലും ഇത്തരം കാര്യങ്ങളിലും ഒക്കെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ കേട്ടോ. അപ്പം പത്രം വായന നമുക്ക് ഇത്തരം എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഈ ഒരു എക്സാം വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം, 93ാമത്തെ ചോദ്യം, BNS ഭാരതീയ നിയമ സംഹിത BNSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഇത് എന്താണ് BNS എന്ന് പറഞ്ഞാൽ? ശരിക്കും നമ്മുടെ IPC ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടല്ലോ, ഇന്ത്യൻ ശിക്ഷാ നിയമം. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡിന്റെ പേര് മാറ്റിയതാണ് BNS എന്ന് പറയുന്ന ആ ഒരു പേരിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ നിയമസംഹിതയ്ക്ക് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2023 നവംബർ 25-നാണ് എന്നുള്ളതാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇത് തെറ്റാണ്. 2024 ജൂലൈ 1-നാണ് പ്രസിഡന്റ് സൈൻ ചെയ്ത് ഈ നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിലവിൽ ഭാരതീയ ന്യായ സംഹിതയിൽ 385 വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. 385 അല്ല, 358 വകുപ്പുകളാണ് നിലവില് ഭാരതീയ ന്യായ സംഹിതയിൽ ഉള്ളത് കേട്ടോ. അതുപോലെ 20 ചാപ്റ്റേഴ്സും 20 ചാപ്റ്റേഴ്സുമാണ് ഇതിൽ വരുന്നത്. ഇനി ഓപ്ഷൻ സി, ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ് ചില കുറ്റകൃത്യങ്ങൾക്ക് ഒരു നിശ്ചിത കാലയളവിലെ സാമൂഹ്യ സേവനം ശിക്ഷയായി വിധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ ശരിയായിട്ട് വരുന്ന ഒരു. ഓക്കെ, അടുത്തതായിട്ട് ടൂർ ഡി ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സൈക്കിൾ റേസ് ആണ്. 1903 മുതൽ ആരംഭിച്ച ലോകത്തെ പ്രശസ്തമായ ഒരു സൈക്കിൾ ഓട്ട മത്സരമാണ് ടൂർ ഡി ഫ്രാൻസ്. 2024 ടൂർ ഡി ഫ്രാൻസ് ആരംഭിക്കുന്നത് ഇറ്റലിയിൽ നിന്നാണ്. ഫ്രഞ്ച് ജനതയെ ഒന്നിപ്പിക്കുക എന്നതാണ് ഈ മത്സരത്തിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ടൂർ ഡി ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു സൈക്കിൾ റേസ് ആണ്. നമ്മൾ പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഓർത്തിരിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത്. 1903 മുതൽ ആരംഭിച്ചിട്ടുള്ള റേസ് ആണ്. 2024 ഇറ്റലിയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഫ്രഞ്ച് ജനതയെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വനിതാ സംവരണ ബിൽ 2023 പാർലമെന്റിൽ നടപ്പിലാക്കിയത്? അപ്പം 106-ാം ഭേദഗതി പ്രകാരമാണ് വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ നടപ്പിലാക്കിയത് കേട്ടോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 101-ാമത്തെ അമെന്റ്മെന്റ് എന്തായിരുന്നു? GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. 102-ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. NCBC 102-ാമത്തെ അമെന്റ്മെന്റ്. ഇനി 103-ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് EWS റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അമെന്റ്മെന്റ് ആയിരുന്നു. ഇനി 104-ാമത്തേതാണെങ്കിൽ extended the deadline for cessation of seats for SC/SC in the Lok Sabha and state assemblies and removed the Anglo-Indian reserved seats. Anglo-Indian reserved റിസർവേഷൻ ഒക്കെ എടുത്തു മാറ്റിയത് 104-ാമത്തെ ഭരണഘടന ഭേദഗതി പ്രകാരമായിരുന്നു. Anglo-Indian റിസർവേഷൻ എടുത്തു മാറ്റി. അതുപോലെ introduced extended the deadline for cessation of seats for SCs and STs in the Lok Sabha. അതുപോലെ SC/ST കാറ്റഗറിയിലുള്ളവർക്ക് ലോക്സഭയിലും അതുപോലെ രാജ്യസഭയിലും ഒക്കെയുള്ള ആ ഒരു റിസർവേഷൻ, ലോക്സഭയിലുള്ള ആ ഒരു റിസർവേഷൻ കാലാവധി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള 2 കാര്യങ്ങളാണ് 104-ാം ഭേദഗതി പ്രകാരം നടത്തിയിരിക്കുന്നത്. ഇനി 105-ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് റീസ്റ്റോർ ദ പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ടു ഐഡന്റിഫൈ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ്.
സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ആളുകളെ ഡിറ്റർമിൻ ചെയ്യാനുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആ ഒരു അധികാരത്തെ തിരിച്ചു സ്ഥാപിച്ചുകൊണ്ടുള്ള ആ ഒരു ഭേദഗതിയായിരുന്നു 105ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 106ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയെന്ന് ചോദിക്കുകയാണെങ്കിൽ 106ാം ഭേദഗതി പ്രകാരം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം 1917 നടന്ന ബാൽഫർ പ്രഖ്യാപനം താഴെ പ്രസ്താവിച്ച ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഐറിഷ് വിപ്ലവം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യയുടെ പിൻവാങ്ങൽ, അമേരിക്കയുടെ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള പ്രവേശനം, ജൂതരാഷ്ട്ര രൂപീകരണം. 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇത് ഒന്നാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ്. പക്ഷെ ഇതിന്റെ പിന്നിലെ കഥ എന്ന് പറയുന്നത് വേൾഡ് വാർ വണ്ണില് ജൂവിഷ് പീപ്പിളിന്റെ അവരുടെ ഒരു സപ്പോർട്ട് ബ്രിട്ടന് ലഭിച്ചിരുന്നു. അപ്പൊ അതിന്റെ പ്രതിഫലം എന്ന പോലെ ഒരു ജൂതരാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടി ബ്രിട്ടൻ അവരെ സഹായിക്കുകയുണ്ടായി. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രഖ്യാപനമാണ് ബാൽഫർ പ്രഖ്യാപനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ജൂതരാഷ്ട്ര രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനമാണ് ബാൽഫർ പ്രൊക്ലമേഷൻ. 1917 ഈ ഒരു പ്രൊക്ലമേഷൻ നടക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അടുത്ത ചോദ്യം വ്യക്തികളും അവരുടെ കൃതികളുമാണ് കൊടുത്തിരിക്കുന്നത്. BR അംബേദ്കറിന്റെ കൃതിയാണ് അനിഹിലേഷൻസ് ഓഫ് കാസ്റ്റ്. രാഹുൽ പണ്ഡിതയുടെ കൃതിയാണ് അവർ മൂൺ ഹാസ് ബ്ലഡ് ക്ലോട്ട്സ്. ഇനി അമർത്യ സെന്നിന്റെ കൃതിയാണ് ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ. അതുപോലെ രാമചന്ദ്ര ഗുഹ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെയധികം കൃതികളൊക്കെ രചിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാമചന്ദ്ര ഗുഹ. അതുപോലെ അമർത്യ സെന്നിന്റെ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ, BR അംബേദ്കറിന്റെ അനിഹിലേഷൻസ് ഓഫ് കാസ്റ്റ്, അതുപോലെ രാഹുൽ പണ്ഡിതയുടെ അവർ മൂൺ ഹാസ് ബ്ലഡ് ക്ലോട്ട്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഏത് ഏജൻസിക്കാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 2 പ്രാവശ്യം ലഭിച്ചത്? ഓപ്ഷനിൽ യൂണിസെഫ്, UNEP, WFP, UNHCR. 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. UNHCR, യുണൈറ്റഡ് നേഷൻ റെഫ്യൂജി ഓർഗനൈസേഷൻ, റെഫ്യൂജീസിന്റെ സംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് UN റെഫ്യൂജി ഏജൻസി എന്ന് പറയുന്നത്, UNHCR. ഓക്കെ, അപ്പൊ ഇതിന് 2 പ്രാവശ്യം നോബൽ സമ്മാനം ലഭിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ജനറൽ ടോപ്പിക്കിന്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത എക്സാമിന്റെ ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.